ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നോക്കുക, നമ്മൾ ഈ സുവിശേഷം കേൾക്കുമ്പോൾ, അതായത് നൂറ് ഉപദേശങ്ങൾ ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ആൾക്കാർ പലപ്പോഴും ഈ കാര്യത്തിൽ വളരെ അസ്വസ്ഥരാണ്. ഏതാണ് സത്യം, ഏതാണ് ശരിയെന്ന് പലപ്പോഴും മനസ്സിലാകുന്നില്ല. അതായത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വന്നൊരു സുവിശേഷം പറയുമ്പോൾ, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് നമുക്കങ്ങ് തോന്നിപ്പോവുകയാണ്. മറ്റൊരാൾ വന്ന് മറ്റൊരു രീതി പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇതിൽ ഏതാണ് ശരി. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം ഈ സത്യത്തെപ്പറ്റി തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. നോക്കി, അനേക സഭകൾ നമ്മുടെ ദേശത്തുണ്ട്. അതായത് ദേശത്തോ ലോകത്തിലോ രാജ്യത്തിലോ ഒക്കെ ഉണ്ട്. കത്തോലിക്ക, മർത്തോമ, യാക്കോബായ, ഓർത്തഡോക്സ്, അങ്ങനെയുള്ള പിന്നെ CSI, പെന്തക്കോസ്ത് തന്നെ അനേക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ബ്രദറൻ സഭകൾ എല്ലാവരെയും നമ്മൾ ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ഉപദേശങ്ങളിൽ കാതലായിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ദർശിക്കാൻ പറ്റും. അപ്പോൾ ഏത് റോങ് തിയറി ഒരാൾ പഠിച്ചാലും താൻ വിശ്വസിക്കുന്ന മതത്തിനും അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന മനുഷ്യനെയും വിട്ട് യഥാർത്ഥമായിരിക്കുന്ന സുവിശേഷത്തിലേക്ക് വരാൻ പലപ്പോഴും ഒരു മനുഷ്യൻ ഉത്സാഹിക്കാറുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെയുള്ള ഈ അലഞ്ഞുഴലുന്ന ഈ ഉപദേശങ്ങളിൽ അലഞ്ഞുഴലുന്ന ഈ അനുഭവത്തിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ ഏതൊരു മനുഷ്യനും ബൈബിൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഏതാണ് ശരി, എനിക്ക് കൃത്യമായിരിക്കുന്ന ഉപദേശം നൽകി തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കോസ്തൽ അനുഭവത്തിൽ വന്നാലും ശരി, ബ്രദറൻ സഭയുടെ അനുഭവത്തിൽ നിന്നാലും ശരി, യാക്കോബയോ കത്തോലിക്കയോ മർത്തോമയോ എന്തായാലും ശരി, നിങ്ങൾ ബൈബിൾ ശ്രദ്ധയോടെ വായിക്കുകയും ആ സത്യത്തെ തിരിച്ചറിയുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ സത്യത്തെ അറിയാൻ വേണ്ടി നമുക്കൊരാഗ്രഹം ഉണ്ടാകണം. ആ സത്യത്തെ അറിയുന്ന സത്യത്തിന് വേണ്ടി നമുക്ക് ജീവിതം സമർപ്പിക്കുകയും വേണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് അതായത് തെറ്റിപ്പോകാതിരിക്കാൻ പല ഉപദേശങ്ങളാൽ നമ്മൾ വലഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഇപ്പോൾ പൗലോസ് ശ്ലീഹ ഗലാത്യ സഭയിലേക്ക് വന്നിട്ട് ഒരു ഉപദേശം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ മറ്റൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് എഴുതി തന്ന അല്ലെങ്കിൽ അറിയിച്ചിരിക്കുന്ന ഈ വചനത്തിന് വിരുദ്ധമായിട്ട് ആര് വന്ന് പഠിപ്പിച്ചാലും ഇനി നാളെ ഞാൻ തന്നെ വന്നിട്ട്, അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന പൗലോസ് എന്ന അപ്പോസ്തലനായിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ തന്നെ, ഞാൻ നാളെ വന്നിട്ട് എഴുതി തന്ന ഈ വചനത്തിന് വിരുദ്ധമായിട്ട് മറ്റൊന്ന് ഉപദേശിച്ചാലും ഞാൻ ശപിക്കപ്പെട്ടവനാണ്. ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞാൽ മരണത്തിന്, നരകത്തിന് യോഗ്യനാണെന്നാണ്. അപ്പോൾ ഒരു സ്വർഗത്തിലെ ദൂതനാണ്, മീഖായേലാണ് എന്ന് പറഞ്ഞ് ഒരുവൻ വന്നിട്ട് ഈ എഴുതപ്പെട്ട ശ്രീഹന്മാരിൽ എഴുതപ്പെട്ട ഈ വചനത്തിന് അപ്പുറമോ ഇപ്പുറമോ മറ്റൊരു ഉപദേശം പഠിപ്പിച്ചാലും അവരെയും നിത്യദണ്ഡനത്തിലേക്ക് ദൈവം അയക്കും. അപ്പോൾ നോക്ക്, പിന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾ, മരണമുള്ള എല്ലാവരും, വിശേഷാൽ ഉപദേശങ്ങളെ അന്വേഷിക്കുന്ന നിങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ കേട്ടും തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ ആചരിച്ചും നമ്മളിവിടെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ന്യായവിധിയുണ്ട്. അതെങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്? പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിലാകട്ടെ ഒരു ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ തന്നെ റോമാലേഖനം 2:16 ഇങ്ങനെ ഒരു വചനം പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കും. അപ്പോൾ പൗലോസ് ശ്ലീഹയോ മറ്റ് ശ്ലീഹന്മാരോ നമുക്ക് എഴുതി തന്നിരിക്കുന്ന വചനം വെച്ചുകൊണ്ടാണ്, ആ വചനത്തിന് ഒത്തവണ്ണം മാത്രമേ മരിച്ചതിന് ശേഷമുള്ള ന്യായവിധിയിൽ ദൈവം നമ്മളെ ന്യായം വിധിക്കത്തുള്ളൂ. ആയിരിക്കുന്ന ഓരോ സഭകളും പഠിപ്പിക്കുന്ന തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾക്കോ, അത് ഏത് സഭയായാലും, കത്തോലിക്കയോ മർത്തോമയോ യാക്കോബയോ അല്ലെങ്കിൽ അതിന്റെ പെന്തക്കോസ്തോ ബ്രദറിനോ ഈ ലോകത്തിൽ ലൂഥറിനോ, ഇങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. ഇവരാരും പഠിപ്പിച്ച നിയമത്തിൽ വെച്ചല്ല, എഴുതപ്പെട്ടിരിക്കുന്ന ബൈബിളിലെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരായ ശ്രീഹന്മാരെ എഴുതപ്പെട്ട വചനത്താൽ മാത്രമേ ദൈവം നമ്മളെ ന്യായം വിധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? പ്രിയപ്പെട്ട, ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ആഗ്രഹം നിങ്ങളോട് പറയാം. ഇതെന്താണ്, തുടർച്ചയായിട്ട് പല ഭാഗങ്ങളായിട്ട് എപ്പിസോഡുകളായിട്ട് ഞാൻ വേർതിരിച്ച് ഈ ചെറിയ മെസ്സേജുകളായിട്ട് ഇടുമ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കണം. കാരണം ഒരു മനുഷ്യൻ യഥാർത്ഥമായിരിക്കുന്ന സുവിശേഷം എന്താണെന്ന് ഗ്രഹിക്കേണ്ടതിന് ഞാനൊരു മർമ്മം നിങ്ങളോട് പറഞ്ഞുതരാം. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്, ഈ പൗലോസിന്റെ ജീവചരിത്രം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ അതിനെ ആ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതവും അവന്റെ വചനങ്ങളും അത് നമ്മളെന്താണ് ഗ്രഹിക്കുകയും അതിനെ അനുധാപനം ചെയ്യുക മാത്രം ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മൾ തെറ്റിപ്പോകാതിരിക്കും. നോക്ക്, പിന്നെ അപ്പോൾ ഇതിന് ഈ അനേക ഭാഗങ്ങളായിട്ട് ഞാൻ പല ദിവസങ്ങളായിട്ട് നിങ്ങളോട് ഈ സുവിശേഷം അറിയിക്കുമ്പോൾ, സത്യസുവിശേഷം എന്നാൽ എന്ത്? അത് ഞാൻ പറയുന്നതാകണമെന്നില്ല, മറ്റൊരുവൻ പറയുന്നതും ആകണമെന്നില്ല. തെറ്റിക്കൂടായ്മ, ദൈവത്തിന്റെ വചനം, എഴുതപ്പെട്ട വചനത്തിന് മാത്രമേ തെറ്റിക്കൂടായ്മയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ ജീവചരിത്രം നിങ്ങൾ പഠിക്കണം. പൗലോസിന്റെ ഉപദേശങ്ങൾ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ
എങ്ങനെയൊക്കെ അവൻ ഓടിയെന്നും എന്തൊക്കെ കഷ്ടം സഹിച്ചെന്നും അവൻ്റെ ഉപദേശ വിഷയങ്ങൾ എന്തെന്നും നിങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ അനുസരിക്കാനും അതിനായിട്ട് നിങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാതെ ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാളിൽ നല്ലവനും വിശ്വസനുമായിരിക്കുന്ന ദാസൻ എന്നുള്ള വിളി കേട്ടുകൊണ്ട് അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ ധാരാളമായിട്ട് പ്രവേശിക്കും. ഇതൊരു മുഖപരിയായിട്ട് ഞാൻ പറഞ്ഞു. നമുക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവചരിത്രത്തിലേക്ക് ഒന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ഉള്ളൂ. വീഡിയോയ്ക്ക് ദീർഘം വന്നു കഴിഞ്ഞാൽ അനേക ആൾക്കാർ കേൾക്കാത്തത് കൊണ്ട് ചെറിയ ചെറിയ വീഡിയോകൾ, സമയദൈർഘ്യം കുറവുള്ള വീഡിയോകളായിട്ട് പല ദിവസങ്ങളായിട്ട് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒന്നാം ഭാഗമായിരിക്കും നിന്ന് നോക്കി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ നമ്മൾ ബൈബിളിൽ ആദ്യമായിട്ട് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് പൗലോസിനെ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അവൻ്റെ അവസാനത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, അതായത് സ്തെഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊല്ലാൻ നേരം, ഞാൻ ആ ഭാഗം മാത്രമേ സ്പർശിക്കുന്നുള്ളൂ, നിങ്ങൾ നാളെ മുതൽ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ അടുത്ത ഭാഗം മുതൽ ഞാൻ കൂടുതൽ തെളിവായിട്ട് ഞാൻ സംസാരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവിടെ ഇങ്ങനെയാണ് അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. എന്നിട്ട് അതിന്റെ 60-ാമത്തെ വാക്യം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. ഇവിടെയാണ് ശൗലിന്റെ ചരിത്രം നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പോൾ ആ പൗലോസായിരിക്കുന്ന ഈ ശൗലിന്റെ അനുവാദം വേണമായിരുന്നു ഒരുവനെ ന്യായപ്രമാണ പ്രകാരം അവർക്ക് കല്ലെറിഞ്ഞു കൊല്ലുവാൻ. അപ്പോൾ ന്യായപ്രമാണ പ്രകാരം റബ്ബി എന്ന് വിളിക്കുന്ന ന്യായപ്രമാണ പ്രകാരം എന്താണ് അധികാരമുണ്ടായിരുന്ന ഈ മനുഷ്യന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഒരു മനുഷ്യനെ കൊല്ലുവാൻ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. അപ്പോഴെന്താണ് ഈ ശൗല് ഈ സ്തെഫാനോസിനെ, അതായത് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച ഈ സ്തെഫാനോസിനെ കൊല്ലുവാന് ശൗൽ അനുവാദം കൊടുത്തു എന്നുള്ള ആ വാക്യം മുതലാണ് യഥാർത്ഥമായിട്ടും ഈ പൗലോസിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. പിന്നെ നമ്മളെ അവനെ തെളിവായിട്ട് അവന്റെ ചരിത്രം ശരിക്കും ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ്. അവിടെ എന്താണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. നോക്കിയേ, ശൗൽ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ പൗലോസ് അപ്പോസ്തലൻ ശൗൽ ആയിരിക്കുമ്പോൾ ആ ശൗൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിലുള്ള ഒരു പേരൊന്നു തന്നെയാണെങ്കിലും ശൗൽ എന്നുള്ളതും പൗലോസും പേരൊന്നു തന്നെയാണ്. എന്നാൽ അവരുടെ എനിക്ക് തോന്നുന്നു എബ്രായ ഭാഷയിലുള്ള അവന്റെ പേരാണെന്ന് തോന്നുന്നു ഈ ശൗൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശൗല് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന പൗലോസ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. അപ്പോഴെന്താണ്, സകല മനുഷ്യരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നു, അനേക ആൾക്കാർ ഇത് കേൾക്കുന്നു, വിശ്വസിക്കുന്നു, ന്യായപ്രമാണത്തിന് അപ്പുറത്തേക്ക് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെന്താണ്, ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ട് ആ ന്യായപ്രമാണത്തിനപ്പുറം മറ്റൊന്നുമില്ലെന്ന് ധരിച്ചിരുന്ന ഈ പൗലോസ് അല്ലെങ്കിൽ ഈ ശൗല് അവൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നുള്ള സത്യം പക്ഷെ പരിജ്ഞാനപ്രകാരം അല്ലെന്നേ ഉള്ളൂ. എല്ലാ പ്രവചന പുസ്തകത്തിലും അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മൂസിലേക്ക് ഓടിപ്പോയ 2 ശിഷ്യന്മാരെ നമുക്കറിയാം, ക്ലെയോപ്പോവും മറ്റൊരു മനുഷ്യരും. അവരെ വഴിയിൽ വെച്ച് യേശുക്രിസ്തു പരിചയപ്പെട്ട് നോക്ക്, പിന്നെ അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ ബുദ്ധിഹീനരെ, ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ച് മരിക്കണമെന്ന്, അല്ലെങ്കിൽ അത് എവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തന പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ നോക്കിയേ, മോശയുടെ പ്രവചന പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും എല്ലാം യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയിരുന്നുവെങ്കിലും ഇത്രമാത്രം ന്യായപ്രമാണത്തിന് വേണ്ടി ജീവിച്ച ഈ ഇതിനെ സകലത്തിലും വിദ്യ അഭ്യസിച്ചിരിക്കുന്ന ന്യായപ്രമാണത്തെ ശരിക്കും പഠിപ്പാൻ ശ്രമിച്ച ഈ പൗലോസിന്റെ ബുദ്ധിമണ്ഡലങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മാവിൽ അത് വെളിപ്പെട്ട് വന്നില്ല. അതുകൊണ്ട് നോക്കിയേ, ഈ പൗലോസ് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുവാൻ വേണ്ടിയിട്ട് അവരെ തടവിലാക്കി അല്ലെങ്കിൽ യെരുശലേമിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് അവരെ തടവിലാക്കുവാനും കൊല്ലുവാനും അധികാരപത്രം ആരുടെ ഇരുന്ന് മേടിച്ച മഹാപുരോഹിതന്റെ കരങ്ങളിൽ തന്നെ മേടിക്കുന്നത്. ഇതേ മഹാപുരോഹിതനാണ് യേശുക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് മുന്നിട്ടിറങ്ങിയത്. ആ മഹാപുരോഹിതന്റെ കത്തും കൊണ്ട് ദമസ്കോസിലേക്ക് കടന്നു പോകുന്ന ആ ഭാഗം മുതൽ ആ അവസാനം 2 തിമോത്തിയോസ് 4-7-8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർപൊരുതി ഓട്ടം തികച്ചു, ഇനി വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം മുതൽ, അതായത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ
9-ാം അധ്യായത്തില് ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന്, ദെമോസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട്, മഹാപുരോഹിതനോട് അധികാരപത്രം വാങ്ങി ആ ദെമോസ്കോസിലേക്ക് കടന്നു പോകുന്ന ഭാഗം മുതൽ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിനകത്ത് അതിന്റെ 4-ാം അധ്യായം 7-8 വാക്യങ്ങളിലേക്ക് വരെ ചെല്ലുവാൻ തക്കവണ്ണം ആ പൗലോസിന്റെ ജീവചരിത്രം മാത്രം പഠിച്ചാൽ മതി. ആ ലാസ്റ്റ് പറയുന്ന കാര്യം എന്താണ്? 2 തിമോത്തിയോസിന്റെ 4-ന്റെ അധ്യായത്തിൽ പറയുന്ന കാര്യം 7-8 അധ്യായത്തിൽ വാക്യത്തിൽ പറയുന്ന കാര്യം, ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. നോക്ക് പ്രിയപ്പെട്ടെ, ഏതാണ്ട് ദെമസ്കോസിന്റെ പടിക്കൽ വെച്ച് ഈ നീറോ ചക്രവർത്തി അവനെ ശിരസ്സറുത്ത് കൊല്ലുന്ന ഏതാണ്ട് 34 വർഷം വരെയുള്ള ആ പൗലോസ് അപ്പോസ്തലന്റെ ജീവചരിത്രവും അവൻ മുഖാന്തരം ഉണ്ടായി വന്നിരിക്കുന്ന സകല പ്രവർത്തനങ്ങളും അവന്റെ തൂലിയിൽ കൂടെ നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങളും മാത്രം നമ്മൾ പഠിച്ച് വിശ്വസിച്ചാൽ മാത്രം മതി പ്രിയപ്പെട്ട. അത് മാത്രം മതി എന്നല്ല, പക്ഷേ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനുള്ള സുവിശേഷം എന്നുള്ള പൂർണ്ണത ഈ ഒരു കാര്യത്തിൽ നമുക്ക് തെളിവായിട്ട് വരും. ആവട്ടെ, നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക, ഇത് ശ്രദ്ധയോടെ കേൾക്കുക, ഷെയർ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് സത്യസുവിശേഷത്തെ പറ്റി ഗ്രഹിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.